ഉഭയസമ്മതത്തോടുകൂടി പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് നിയമപരമായ തടസ്സം നീക്കിയ രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനെ നിയമപരമായി നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ കുടുംബിനിയായ ഒരു സ്ത്രീ, മന്ത്രിപത്നി, സ്വന്തം നിലയിൽ അത്തരത്തിലൊരു അനുഭവം തനിക്ക് വീട്ടിൽ വെച്ചുണ്ടായി, തൻ്റെ ഭർത്താവ് വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ തൻ്റെ പക്കലുണ്ടെന്നും അത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ട് നടപടിയെടുത്തില്ല എന്നും പറയുമ്പോൾ അത് ചെറിയ പ്രശ്നമാണ്. സ്വന്തം ഭർത്താവിൻ്റെ എന്നുവെച്ചാൽ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കാമകേളികൾ വീട്ടിൽ വെച്ച് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ തൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് മന്ത്രി പത്നി തന്നെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. 112 നമ്പറിൽ വിളിച്ച് അപകടഘട്ടത്തിൽ പോലീസ് സഹായം തേടിയ മന്ത്രി പത്നിക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും കിട്ടിയില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അവർ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, താൻ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചും തനിക്കുണ്ടായ ദുരനുഭവം അവരോട് വിവരിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പത്നി ബിന്ദു മേനോൻ വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞത്, താൻ പോലീസിനെ സമീപിച്ചെങ്കിലും തനിക്ക് നീതി കിട്ടിയില്ല, അവർ കേസെടുത്തിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകളോട് പറഞ്ഞിട്ട് പോലും ആ വിഷയത്തിന് ഗൗരവമുണ്ടായില്ല. തൻ്റെ ബന്ധുവായ ശ്രീലേഖ IPS വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരാണ് എന്നോട് 112 എന്ന് പറയുന്ന അപകടഘട്ടങ്ങളിൽ പോലീസിനെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള നമ്പർ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത്. പോലീസ് അതിൻ്റെ പുറത്ത് നടപടിയെടുത്തിട്ടില്ല. അതുമാത്രവുമല്ല, ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രിയുടെ ഗൺമാനാണോ അല്ലെങ്കിൽ അംഗരക്ഷകരാണോ അതല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള സുഹൃത്തുക്കളാണോ ആരാണെന്നറിയില്ല, അവർ മന്ത്രി പത്നിയെ കയ്യേറ്റം ചെയ്ത് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കി അതിൽ ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ അവർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഒരു മന്ത്രി പത്നിക്ക് അവർക്ക് കയറി ചെല്ലാൻ അവകാശമുള്ള വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് കേരളത്തിലെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹത്തിന് ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. നേരത്തെയും അദ്ദേഹം വിവാഹിതനായിരുന്നു. യാമിനി തങ്കച്ചി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിനേക്കാൾ സ്ഫോടനാത്മകമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ചതിന് ശേഷം ആ പരാതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കും UDF-നും എന്തേ ഇക്കാര്യത്തിൽ നിയമത്തെ അതിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കാത്തത്? ആ പരാതിക്ക് എന്ത് സംഭവിച്ചു? അതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ പിറ്റേന്ന് രാജിവെച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ സമാനമായ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നപ്പോൾ സംസ്ഥാന ഭരണകൂടം അതിനെതിരായി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവൾക്കൊപ്പം എന്ന പേരിൽ എല്ലാ KSRTC ബസ്സുകളിലും എല്ലാ ഹോർഡിങ്ങുകളിലും കേരള സർക്കാർ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. അത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന, അത് ഏത് ഭാഗത്തു നിന്നായാലും, സ്വന്തം വീട്ടിൽ നിന്നായാൽ പോലും പീഡനം അനുഭവിക്കേണ്ടി വരുന്നവരോടൊപ്പം സർക്കാർ നിൽക്കുന്നുണ്ടോ എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ബിന്ദു മേനോൻ സമൂഹ മനസാക്ഷിക്ക് മുമ്പാകെ വയ്ക്കുന്നത്. ഇവിടുത്തെ നിയമവാഴ്ച അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ആ ചോദ്യമുയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിക്കുന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. അവൾക്കൊപ്പം എന്ന ടാഗ് ലൈനിനോടൊപ്പം സഞ്ചരിക്കുന്ന സർക്കാർ ഇവിടെ ആരുടെ ഭാഗത്താണുള്ളത്? ഇരയുടെ ഭാഗത്താണോ വേട്ടക്കാരൻ്റെ ഭാഗത്താണോ?